ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അത്യാവശ്യം നല്ലപോലെ ഉറങ്ങി ഞാൻ. നല്ല ക്ഷീണം മാറിയിട്ടില്ല കുറേ ദിവസത്തെ. നല്ല കുറേ ട്രാവലൊക്കെ ചെയ്തതല്ലേ. അപ്പം അവർ ബീച്ചിലേക്ക് പോയിരിക്കും. ഇടയ്ക്ക് വെച്ച് അവരെന്നെ ബീച്ചിൽ പോകാൻ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ എണീച്ചിട്ടുണ്ടായില്ല, ഉറങ്ങായതുകൊണ്ട്. ഫുഡ് വേണോന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ സ്ലീപ്പ് എന്ന് മാത്രം പറഞ്ഞ് കിടന്നതാണ്. അപ്പം എണീച്ചപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുളിക്കാനൊന്നും പറ്റില്ല, പല്ലേക്കാനോ ഒന്നിനും പറ്റില്ല. ഇവിടെ വെള്ളം തീരെയില്ല. സോ അവർ പറഞ്ഞു വെള്ളം വരുമോയെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പം അതാ എനിക്ക് രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കെയിൻ്റെ ജ്യൂസും പിന്നെ എന്താ ഒരു നമ്മളെ പാൻ കേക്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ കേക്കാണോ മനസ്സിലാവുന്നില്ല, കഴിച്ചോട്ടെ. ഇത് പാൻ കേക്കാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഒരു മുഖമൊന്നും കഴുകാത്തോണ്ട് ഒരു ഉറക്കപ്പിച്ച് ഫീല്, ഒരു ഫ്രഷ് ഫീലില്ല. കാരണം ഇവിടെ തണുപ്പാണെങ്കിൽ തോന്നൂല, പക്ഷെ ഇവിടെ ചൂടല്ലേ. ഇവിടെ ഇതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ചൂടാണ് കേട്ടോ. പാക്ക് ചെയ്യാനൊന്നും ഒരു മൂഡ് കിട്ടുന്നില്ല, കാരണം വേർക്കാണ്, ഭയങ്കര ചൂടുണ്ട് ഇവിടെ. എന്തത്ര ചൂട് എന്നറിയില്ല. കിടന്നുറങ്ങുമ്പോൾ ഞാൻ ക്ഷീണത്തിലാന്ന് തോന്നുന്നു. കിടന്നുറങ്ങിയപ്പോൾ ചൂടൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല. ഈവൻ ഫാന് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തു. രാത്രി പിന്നെ ശരിക്കും ഒരു 20 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിന് പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം ആവും. ഞാനിതാ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ എണീച്ച സമയത്ത് തന്നെ എനിക്കൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആളുടെ നമ്പറും പിന്നെ പോവരുത്, ഞങ്ങൾ പുറത്ത് പോയിരിക്കുകയാണ്, തിരിച്ചു വന്നിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആളിതാ ഇപ്പോൾ വന്നു. ഇവിടെ ഹാമോക്കൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്നു. Hola, ¿cómo estás? Bien. Sí, playa. Playa Ventanas. Sí. Vamos para la ¿Cerca? playa. Yes, 10 minutos, 10 minutes. Sí, 10 minutes. അപ്പം എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ നമ്പർ റൈറ്റ് എസ്പാനിയോൾ. സി ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ വീട്ടിൽ ഒരു പുള്ളിക്കാരി മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല. ഈ ഒരു സാധനം കണ്ടോ, കയ്യിലിടുന്നൊരിതാണ്. അതവരെനിക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ അമ്മമ്മ. ഗ്രാസിയാസ്, ബൈ, ചാവോ. കണ്ടോ നമുക്ക് എന്ത് സ്നേഹമുള്ള ആൾക്കാരാ. ഇന്നലെ ഒരു കമ്മൽ ഗിഫ്റ്റ് തന്നു, ഇന്നിപ്പോൾ കയ്യിലിടുന്ന ഒരു സാധനം ഗിഫ്റ്റ് തന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് എന്താണ് പോകുന്നത്, ഇവിടെ അടുത്ത് തന്നെയുള്ള ബീച്ചിലേക്ക്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പനാമയിലേക്ക് പോകാൻ. പനാമയിലേക്ക് സ്ട്രെയിറ്റ് ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ വെറും ഒരു 2 മണിക്കൂറിൻ്റെ ഡ്രൈവാണ് അങ്ങോട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ പോയിട്ട് എപ്പോഴാണ് അങ്ങോട്ട് പോകാമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്, ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ ചൂടുമാണ്. എനിക്ക് അസ്ല ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു മേപ്പിൾ സിറപ്പിൻ്റെ എന്താ പറയുക ബിസ്ക്കറ്റ്. അത് ഞാൻ ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത്. ഞാനത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ കുറേ പേരുള്ളപ്പോൾ ഞാനത് കൊടുത്ത്. അഹോറ പ്ലായ സി അഹോറ എന്ന് പറഞ്ഞാൽ നൗ, പ്ലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച്. ഇതൊന്ന് വഴി നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബ്ലൂ സ്കൈയും 2 സൈഡും കാടും. എന്നാൽ കോസ്റ്റൽ ഏരിയയിലൂടെയാണ് പോകുന്നത്. അടിപൊളിയായിട്ടില്ലേ, നല്ല റോഡാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്. പനാമയിലേക്ക് പോകുന്ന പാൻ അമേരിക്കൻ ഹൈവേ എന്ന് പറയും. അത് ഈ സെൻട്രൽ അമേരിക്കയിൽ മൊത്തത്തിൽ ഉള്ളതാണ്. അതായത് ഇപ്പോൾ വേറെ കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡ് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ഏതെങ്കിലുമൊക്കെ ബോർഡർ ആയിരിക്കും ക്രോസ് ചെയ്യുക. അതാണ് ഞാൻ നിക്കാരാഗുവയിൽ നിന്ന് കോസ്റ്റാറിക്കയിലേക്ക് ചെറിയ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. വാഴയാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് കേട്ടോ. നമുക്ക് മെയിൻ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഹൈവേ ആയതുകൊണ്ട് അവർ നിർത്തുമെന്നുള്ളതാണ്. നിർത്തുമായിരിക്കും. അങ്ങനെ ഹൈവേ ആണെങ്കിലും അത്യാവശ്യം നിർത്താനുള്ള സ്ഥലമൊക്കെ ഓരോ സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു അടിപൊളി ബീച്ചിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് ബീച്ചൊക്കെ പോലെ. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ലൈക്ക് വീക്കെൻഡ് ആയതുകൊണ്ട്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഗുഹയൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങുന്നയാ. ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് അടിപൊളി ബീച്ചല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും കാറിലാണ് വന്നിട്ടുള്ളത്. നൈസാണ് ഇവിടെ ബീച്ചെല്ലാം, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഗുഹ പോലെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങും. ഹലോ, ഹായ്, ഗുഡ്. ഇവിടെ എല്ലാവരും ഇവിടെ എന്തോ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, ഇവരാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ബ്ലൂ കളർ വാട്ടർഫാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവർ എന്നെ വിളിച്ചതാ രാവിലെ, പക്ഷെ ഞാൻ ഉറങ്ങായതുകൊണ്ട് ഞാൻ എണീച്ചില്ല. ഇപ്പം എനിക്കത് കഷ്ടമായിട്ട് തോന്നുന്നു. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് എനിക്ക് കാണിച്ചത്. ഇപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു വാട്ടർഫാൾ,
ദ ബെസ്റ്റ് എന്ന് പറയാം, ദ ബെസ്റ്റ് ബ്ലൂ കളറിൽ. എനിക്ക് മിസ്സായി, വിഷമായി. അവർ 2-3 വട്ടം എന്നെ വിളിച്ചതാണ്. ഞാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയത്. അവിടെ ഒരു പഗ്ഗിനെല്ലാം കണ്ടില്ലേ, ഡോഗ്സിനായിട്ടാണ് ഇവരെല്ലായിടത്തേക്കും പോകണമെങ്കിലൊക്കെ പോകുള്ളൂ. അവിടെ ഒരു കപ്പിൾസ് ഫോട്ടോഷൂട്ടൊക്കെയാണ്. നല്ല രസമുണ്ട്. എനിക്കും ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. ഒന്നാമത് ബീച്ചിലിടുന്ന ടൈപ്പ് ഡ്രസ്സൊന്നും ഇന്ത്യയിലില്ല. പിന്നെ ഞാനിപ്പോൾ ഇനി പനാമയ്ക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നോക്കൊരു ക്യൂട്ട് കൊച്ചിനെല്ലാം ഇവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക്, ഫുൾ വെക്കേഷൻ വൈബാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു എന്തോ സ്കൂൾ വെക്കേഷനാണ് മൊത്തത്തിൽ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇവരോട് ഞാൻ സോഫിയ എവിടെയാണ് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ നാട്ടിലൊക്കെയാണ് 5 മിനിറ്റ് ഓടുമ്പോൾ എല്ലാവരും നോക്കൂലേ പിള്ളേരെ. ഇവരങ്ങനെ നോക്കുന്നില്ല, ചുമ്മാ തുറന്നു വിടും. പക്ഷെ പിള്ളേരെ തന്നെ സ്വയം സേഫ്റ്റി നോക്കണം. അതാണ്. നോക്ക്, അങ്ങ് ദൂരേക്കൊക്കെ എല്ലാ ആൾക്കാർ പോയിട്ടുണ്ട്, എത്രയോ ദൂരെ. പിള്ളേരും വയസ്സായവരും ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ തന്നെ സേഫ്റ്റി നോക്കണം, അല്ലാണ്ട് വേറെ ആരും നമ്മളെ സേഫ്റ്റി നോക്കൂല. എനിക്ക് സോഫിയനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എൻ്റെ കൂടെ വരുന്നത് തപ്പിയിട്ട്. അല്ലെങ്കിൽ അവർ നോക്കുക പോലും ഇല്ല. നല്ല രസമുണ്ട് സ്കൈ. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. ബീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി. എനിക്ക് ബീച്ച് ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ചൂട്. പക്ഷെ ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ടേ. ഇവിടെ നോക്കിക്കേ, കല്ലുകൾ കണ്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. അതിങ്ങനെ തിളങ്ങുന്ന ഈ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ, വെയിലടിക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞ സമയത്ത് ഇവർ അന്വേഷിക്കുന്നു. ഇവർക്കിപ്പോൾ ടെൻഷനായി എവിടെ പോയി എന്ന് ആലോചിച്ചിട്ട്. എനിക്കിപ്പോൾ ടെൻഷനായി, കാരണം ഇത്ര നേരം അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ അവളായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് ഞാൻ ആദ്യം അവളെ ചോദിച്ചത്. ഇതിപ്പോൾ അവളെയും തപ്പി നടക്കണേ. ഞാൻ ഷൂ ആണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവർ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം അതവിടെ ഒരു വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കണ്ടോ. എവിടെയും ക്രോസ് ചെയ്യാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ല. നോക്കിയേ, ഇവിടെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ലോക്കൽ ടൂറിസ്റ്റുകളാണ്, ഇവിടെ തന്നെ ഉള്ളവരാ, പുറത്തുള്ളവരല്ല. കാരണം ഈ ഒരു സൈഡ് മൊത്തം ബീച്ചസാണ്. അപ്പോൾ ടൂറിസ്റ്റ് ആയിട്ടുള്ളത് കുറേ ഏരിയാസ് ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ മാംഗ്രൂവ്സ് ഒക്കെ പോലെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഉണ്ട് തോന്നുന്നു. ദേ സോഫിയ. ഹോല സോഫിയ, ഹായ്. അങ്ങനെ അവസാനം കണ്ടുകിട്ടി. അവരിത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ. കണ്ടോ, പിള്ളേർ കൂടുതലും ഇവിടെയാണ് കളിക്കുന്നത്. ബീച്ചല്ല, ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വെള്ളമുണ്ട് കണ്ടില്ലേ. ഇവിടെയാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കാടൊക്കെ ഉണ്ട്, കാട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രക്കൊക്കെ ചെയ്ത് പോവാം. ഇവർ വീട്ടിൽ നിന്ന് തന്നെ ചെയറും സാധനങ്ങളും ഹാമോക്കും എല്ലാം കൊടുത്തിട്ടാണുള്ളത്. കാരണം അവിടെയൊക്കെ ഇതാ ഒരു ഹാമോക്ക് കെട്ടുന്ന കണ്ടില്ലേ. വൈബാണ്, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ്. ഞാനിവിടെ ഒരു ഇളനീര് മേടിക്കുകയാണ്. അവരെനിക്ക് കുറേ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഓഫർ ചെയ്തു. സ്നാക്സൊക്കെ ഫുള്ള് ഈ നാച്ചോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചിപ്സും പിന്നെ കൊക്കക്കോള, പല ടൈപ്പ് ഡ്രിങ്ക്സ്, ബിയറൊക്കെയാണ്. അതൊന്നും ഞാൻ കുടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇത് മേടിക്കുകയാണ്, കോക്കനട്ട് മേടിക്കുകയാണ്. കോക്കനട്ട് ആണെങ്കിൽ എനിക്കിഷ്ടമാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, റിഫ്രഷിംഗ് ആണ്. അതിന് 1000 കൊളോണീസ് ആണ് വരുന്നത്. 1000 കൊളോണീസ് എന്ന് പറയുമ്പോൾ $2 ഓക്കെയാണ്. ഇവിടെ നോക്ക്, കയ്യിലിടാനും കാലിലിടാനും ഉള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാലിലിടാനുള്ള ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ച്, പക്ഷെ ഇതെല്ലാം കുറച്ച് വലുതാണ്, ഒരുപാട് ചെറുതല്ല. പക്ഷെ രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ വെറൈറ്റി ആയിട്ടുള്ളുണ്ട്. ഇതാ മാലകളൊക്കെ കാണുന്നുണ്ട്. ഇവരിവിടെ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവർക്ക് ഗ്രില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവരെന്താ ഗ്രില്ല് ചെയ്യുന്നത്? അതന്നെയാന്ന് തോന്നുന്നു, പോർക്ക് തന്നെയായിരിക്കും. അതന്നെ ആയിരിക്കുള്ളൂ, അതന്നെ അവര് ചെയ്തോണ്ടിരിക്കല്. ഞാനപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പനാമയിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 110 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ ഹൈവേയിൽ കയറിയിട്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ബായ് പറഞ്ഞു പോവാണ്. സോഫിയ ബായ്, അഡിയോസ്, ചാവ് ചാവ്, ബായ്. ഓക്കെ, ഗ്രാസിയാസ്, യാ ഗുഡ് ബൈ. അവരെല്ലാവരും പോർക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അത്ര ഇഷ്ടമല്ല. ലൈക്ക് ചിക്കനും ബീഫൊക്കെ എനിക്ക് ഫ്ലേവേഴ്സ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ മഴ പെയ്തു, ഞാൻ നല്ല വെയിലാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല വെതറാണെന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കുളമായിട്ടുണ്ട്, ഇപ്പം മഴയായി. ഇനി അങ്ങോട്ട് മൊത്തം മഴയായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ലിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടുന്ന് ഈ റോഡ് ആകെ പോകുന്നത് പനാമയ്ക്ക് ഉള്ളതാണ്. ഓക്കെ, ഗ്രാസിയാസ്, ബൈ ബൈ, അഡിയോസ്.
അപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. ആൾ എന്നെ ഇവിടെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് വേണം എനിക്ക് പോകാൻ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു സ്ഥലത്ത് മഴ നനയാതെ നിൽക്കുന്നുണ്ട്. അവിടെ ചോരുന്നുണ്ട് കണ്ടോ, അവിടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ എന്നാലാണ്. ഓക്കെ ബൈ, അഡിയോസ്. അവരായിട്ട് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പോകണ്ട, അവർ ഈ ബീച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവും, അവർ ഫുള്ള് കറങ്ങി നടക്കുകയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവാ, കുറച്ച് ദിവസം കൂടെ നിൽക്കുന്നൊക്കെ. പക്ഷെ എനിക്ക് ടൈമില്ല. കാരണം ഇന്നിപ്പോൾ എത്രയാ, ജൂലൈ 5-ാം തീയതിയായി. ജൂലൈ 10-ാം തീയതി എനിക്ക് കൊളംബിയയിലേക്കുള്ള ഫ്ലൈറ്റ് പനാമ സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പോകണം. ഇവിടുന്ന് ഹിച്ച് ചെയ്തിട്ട് ഇന്ന് പനാമ എത്തണം. അവിടുന്ന് പിന്നെ പനാമയിൽ പിന്നെ കുറച്ച് ദിവസമാണ് ഞാനുണ്ടാവുള്ളൂ. ഒരു 5 ദിവസം കൂടെ ഉള്ളൂ. പിന്നെ ചെറിയ രാജ്യമാണ് പനാമ. കോസ്റ്റാറിക്കനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ്, ലൈക്ക് എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ കാണാനുള്ള കാഴ്ചകൾ കുറവാണ്, കോസ്റ്റാറിക്കയിലാണ് കൂടുതൽ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. മഴ കാരണം അങ്ങോട്ട് പോയി നിന്നാൽ ഞാൻ നനയും. എനിക്കിനി റെയിൻകോട്ട് എടുത്തിടണോ, അതാണ് ഞാൻ മടിയായിട്ടിരിക്കുക. ഞാനിവിടെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ബാഗ് അവിടെ വെച്ചിട്ട് ഞാനിവിടെ നിന്ന് ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. വണ്ടികൾ നിർത്തുമോ, നല്ല സ്പീഡിലാണ് പോകുന്നത്. കയറ്റ അങ്ങോട്ട് കളേ. അവിടുന്ന് കണ്ടാലാണ് അവർ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ അവർ നിർത്തോളൂ. ബാഗ് എടുക്കാൻ എന്തായാലും പോകണം അങ്ങോട്ട്. എന്തായാലും ഇവിടെ ബ്രേക്ക് ഇട്ട് അവിടെ ആയിരിക്കും നിൽക്കണത്. ഈ മഴയത്ത് എന്ത് ടാസ്ക്കാണെന്നറിയോ ട്രാവൽ ചെയ്യാൻ? എനിക്കാണെങ്കിൽ മൊത്തം പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ് എൻ്റെ വിസ. ഇപ്പം ഞാൻ കൊളംബിയയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ബൈ റോഡ് പോകാൻ പറ്റുന്ന രാജ്യം വെനിൻസുല, ബ്രസീൽ, പിന്നെ ഇക്വഡോറാണ്. പക്ഷെ അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, വിസ ഇല്ല. എല്ലാം ഡൽഹിയിൽ എംബസിയിൽ പോയിട്ട് മാത്രമാണ് വിസ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അടുത്ത പ്രശ്നം, അതാണ് എൻ്റെ വിഷമം. പിന്നെ കൊളംബിയയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും ഫ്ലൈറ്റ് എടുക്കണം. ഞാൻ എന്തായാലും എംബസിയിൽ പോയി ട്രൈ ചെയ്യും. നടക്കില്ല എന്നറിയില്ല, നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. ട്രൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ നടക്കില്ല എന്നുള്ളത്. സോ ഞാൻ ട്രൈ ചെയ്തിട്ട് എന്നാലും കിട്ടാനുള്ള ചാൻസ് ഇല്ല, ഹോപ്പ് വെക്കുന്നില്ല. അപ്പോൾ അവിടുന്ന് മേ ബി ഫ്ലൈറ്റ് എടുത്ത് പെറുവിന് പോകേണ്ടി വരും. പെറുവിലേക്ക് ശരിക്കും ബൈ റോഡില്ല, അവിടെ ആമസോൺ ഫോറസ്റ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബൈ റോഡില്ല, അല്ലെങ്കിൽ ബൈ റോഡ് ക്രോസ് ചെയ്യായിരുന്നു. പെറുവിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് പിന്നെ പെറുവിൽ എംബസിയിൽ പോയിട്ട് ബൊലീവിയൻ്റെ വിസ എടുത്താൽ ബൊലീവിയയ്ക്ക് ബൈ റോഡ് കയറാം. അവിടുന്ന് ചിലയിലേക്ക് കയറാം. ചിലയിൽ നിന്ന് പിന്നെ എനിക്ക് വീണ്ടും ഫ്ലൈറ്റ് എടുക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അർജൻറ്റീന നമുക്ക് ഓൺലൈനിൽ വിസ എടുക്കാൻ പറ്റും. $400 വരുന്നത്. അപ്പോൾ എന്തായാലും $400 കൊടുത്ത് ഇപ്പോൾ എന്തായാലും അന്റാർട്ടിക്ക ഫ്യൂച്ചറിൽ പോകും. സോ ആ ടൈമിലാണ് ഞാൻ എന്തായാലും എടുക്കുകയുള്ളൂ. അപ്പോഴാണ് ഞാൻ അർജൻറ്റീന വിസിറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ള കൺട്രി ഉറുഗ്വായ് ആയാലും പരഗ്വായ് ആയാലും സുറിനാം ആയാലും ഇതൊക്കെ ഫ്ലൈറ്റിന് പോകണമെങ്കിൽ പിന്നെയും നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ബൈ റോഡ് പോലും നടക്കില്ല. അപ്പോൾ എന്തായാലും സൗത്ത് അമേരിക്കയിൽ ആകെ ഒരു 4 രാജ്യമായിരിക്കും ഇപ്പോൾ പോകുന്നുണ്ടാവുള്ളൂ. അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകണം. വെസ്റ്റ് ആഫ്രിക്കയിൽ പോകാമെന്ന് വിചാരിച്ചു. മൊറോക്കോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊറോക്കോ, മൗറിറ്റാനിയ, സെനഗൽ, ഗുനേബിസ, അങ്ങനെ ലിബേറിയ, സിയറ ലിയോണ, ഇങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ യെല്ലോ വാക്സിൻ്റെ കാർഡില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഒറിജിനൽ എൻ്റെ കോപ്പി മാത്രമേ ഉള്ളൂ. ഒറിജിനൽ നാട്ടിലിരിക്കുക, എറണാകുളത്തിരിക്കുക. അത് വേറെ ടാസ്ക്. പിന്നെ വേറെ യൂറോപ്പിൽ പോകണമെങ്കിൽ യൂറോപ്പിൽ വിസ ഇല്ല. എന്തുണ്ടെങ്കിലും ഇന്ത്യയിൽ പോയാലാണ് വിസ കിട്ടുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എവിടെ പോകണമെന്ന് ടർക്കി പോയാലോ എന്ന് കളിക്കുന്നുണ്ട്. ടർക്കി പോയാൽ ജോർജിയ, അസർബൈജാൻ, അർമേനിയ ഒക്കെ എനിക്ക് ബൈ റോഡ് പോവാം. പിന്നെ അവിടുന്ന് മേ ബി ഞാൻ സൗദി, ബഹ്റൈൻ ഒന്നും പോയിട്ടില്ല, അങ്ങോട്ട് പോവാം. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതൊരു നാട്ടിലേക്ക് പോകണോ, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്. അതിൽ ഇന്ന രാജ്യം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടരുത്. അതായത് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് എടുത്താൽ മിനിമം 4 രാജ്യം കവർ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ കരീബിയൻ ഐലൻഡ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് കരീബിയൻ ഐലൻഡ്സ് ഞാൻ എടുക്കാത്തത്. എല്ലാം ബൈ റോഡ് അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്തിട്ടെല്ലാം പോകണം. 50,000 രൂപ മിനിമം ആവും, അതാണ് പ്രശ്നം. സോ എന്തെങ്കിലും സജഷൻ, ലൈക്ക് ഞാൻ പറഞ്ഞേ, ഒരു കൺട്രിയിൽ ഒരു ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 കൺട്രി മിനിമം പോകാൻ പറ്റുന്ന രീതിയിൽ. അതാണിപ്പോൾ ഈ ജോർജിയ, അസർബൈജാൻ അതൊക്കെയുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ വേൾഡ് മാപ്പ് എടുത്ത് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ കാറാണെങ്കിൽ നിർത്താനുള്ള ചാൻസ് കുറവാണ്. മഴയും
എത്ര മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും എന്നറിയില്ല. എന്തായാലും നിന്ന് നോക്കാം. ബാഗ് നനയുന്നില്ലല്ലോ. ബാഗ് നനയുന്നില്ലെങ്കിൽ തന്നെ ഒരു സമാധാനമാണ്. ഈ ക്യാമറ വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഗ്രാസിയാസ്. എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ഞാൻ നിന്ന്. യു ഗോ സെർക്ക ഓർ ലെഹോ ലാർഗോ? Cerca. 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 Una hora. Una hora. Okay. Una hora para bajar. Frontera Canoas, Costa Rica, Panamá. Sí, sí. ഒരു മണിക്കൂറുണ്ട് തോന്നുന്നു. സെർക്ക എന്ന് പറഞ്ഞാൽ അടുത്തുനിന്നാണ്. ചില ആൾക്കാർ അടുത്തെന്ന് പറയുന്നതിന് എന്താ പറയാ, ചെറിയ കിലോമീറ്റർ മതി അവർക്ക്. എന്താ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 hour അവർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും അത് സെർക്കാന്ന്. ചിലർ പറയും 1 കിലോമീറ്റർ അത് സെർക്കാന്ന്. പറയാൻ പറ്റില്ല, കൺഫ്യൂഷനാണ്. ഒരു മണിക്കൂർ എന്തോ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കറക്റ്റ് അവിടെ നിന്നൊന്നും ഇല്ല മനസ്സിലാക്കണത്. ഫ്രണ്ടേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറാണ്. പനാമ ഫ്രണ്ടേറ അങ്ങനെ പറയുന്നേ. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഏതിൽ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. മഴ മൊത്തം ഞാൻ നനയുന്നുണ്ട്. Es difícil aquí. Mejor mi pueblo. No, mi raite. Sí. Sí, pero nosotros la llevamos a Palmar y más cerca de Panamá. Sí. Raite. My daughter speaks English. Yeah. What? Anything. എന്തോ പറയുന്ന നോക്കട്ടെ. ഞാൻ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരി ഇംഗ്ലീഷ് സംസാരിക്കട്ടോ. ഹായ്. അപ്പോൾ അവര് വേറെ ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് അവര് അങ്ങോട്ട് നിർത്തിയിട്ടപ്പോൾ ആ വഴി പോണേക്കും. പക്ഷെ അവര് ഞാൻ പോകുന്ന റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. സോ ഇവരുടെ വണ്ടിയിൽ കുറച്ച് ദൂരം പോയിട്ട് അവിടുന്ന് വേറെ വണ്ടിയിലേക്ക് പോകണം. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ബസ്സിൽ കയറിയിട്ട് പോവാണ്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബസ്സിൽ കയറാൻ വെയിറ്റ് ചെയ്യാണ് ഞാൻ. ബസ്സിൽ ആളൊക്കെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ അങ്ങോട്ടാ. ബാഗ് വെക്കാനാന്ന് തോന്നുന്നു. ബാഗ് വെക്കാനല്ലേ? അത് എടുക്കാനാ, ബാഗ് എടുക്കാനാട്ടോ അവിടെ ഇറങ്ങിയ ആൾക്കാർക്ക്. ഞാൻ ബാഗ് വെക്കാൻ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുന്നതായിരുന്നു നല്ലത്. വെയിറ്റ് ചെയ്യാനാ പറയുന്നത്. കുറേ നേരമായിട്ട് ഓൾറെഡി നനഞ്ഞ്. ലൈക്ക് ഞാനല്ല, എൻ്റെ ബാഗ് വീണ്ടും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയറി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്താൽ പോരെ? മോച്ചില ആക്കി എനിക്ക് കൊണ്ടത് സിറ്റിയിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. പനാമയിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും ഞാനിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് $10 അടുത്താണ് ആയത് കേട്ടോ. അത് കൊളോണീസിൽ മേടിച്ചത് കൊണ്ടാണ്. കൊളോണീസിൽ 5500 കൊളോണീസാണ് മേടിച്ചത്. പക്ഷേ ഡോളർ വൈസ് കൊടുക്കുമായിരുന്നെങ്കിൽ $5 ഉണ്ടായിരുന്നുള്ളൂ. $5 എനിക്ക് നഷ്ടമായി കൊളോണീസിൽ കൊടുത്തുകൊണ്ട്. ഇവിടെ ആക്ച്വലി കൊളോണീസും ഡോളറും ഒരുപോലെ തന്നെ എടുക്കും. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു $40 ചേഞ്ച് ചെയ്ത്. അത് $40 ചേഞ്ച് ചെയ്യാൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡോളർ തന്നെ ഇവിടെ എടുക്കുമായിരുന്നു. ഡോളർ കൊടുത്താൽ മതിയായിരുന്നു. ചെയ്തത് മണ്ടത്തരായി പോയി. ബസ്സിൽ ഞാനിവിടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല മഴയാണ്. മഴ നിന്നിട്ട് പോലുമില്ല. ഞാനിവിടെ ഒരു സ്നാക്ക് മേടിച്ച് കഴിക്കുകയാണ്. എനിക്ക് വിശക്കുന്നുണ്ടായി. ഇതെന്തോ ഒരു സ്വീറ്റും ഇത് ചിക്കൻ്റെ ഒരു സാധനമാണ് കേട്ടോ. കാണാൻ രസമുണ്ടെങ്കിലും ടേസ്റ്റ് അധികം ഇല്ല. ഇതിൻ്റെ കൂടെ എന്തോ ഒരു സാൽസ പോലത്തെ സാധനമുണ്ട്. അത് കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാനത് അവിടുന്ന് ഡോളർ തന്നെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ ക്യാഷ് ഇവിടെ എടുക്കൂല എന്ന് എന്നെ ആരോ പറ്റിച്ചതാണെന്ന് അവർ പറയുന്നത്. എനിക്കിത് ബസ്സിന്നോ എവിടുന്നോ തന്നതാണ്. അവിടുന്ന് ക്യാഷൊക്കെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ എമിഗ്രേഷനിൽ വന്നു. അതായത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റാറിക്ക. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു $8 പേ ചെയ്യണം. നമുക്ക് ക്യാഷിൽ പേ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാർഡാണെങ്കിൽ എക്സ്പയർ ആയി. ഓൺലൈനിലാണ് പേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നിട്ട് സാൽവഡോറിലുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആളാണ് അത് ഓൺലൈനിൽ പേ ചെയ്തത് കേട്ടോ. എന്താ പറയുക, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ 3-4 ഫ്രണ്ട്സിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. പക്ഷേ അവരാരും റീഡ് ചെയ്തിട്ടും റെസ്പോണ്ട് ചെയ്തില്ല. സോ നമ്മളെ ലൈഫിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളെ സഹായിക്കുക. എനിക്ക് പല സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടെ ഉള്ളവരായിരിക്കില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളൊരാളോട് കടം ചോദിച്ചാലും
അവരുടെ പൈസ ഉണ്ടെങ്കിൽ പോലും തരില്ല. അതാണ് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് തിരിച്ച് കിട്ടണം എന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കണമെന്നൊന്നുമില്ല. ഒന്നും തിരിച്ച് കിട്ടാത്തന്നെ സഹായിക്കുക എല്ലാവരെയും. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര ഹാപ്പി. മുറയിൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് സാൽവഡോർ. അതും സാൽവഡോറിലുള്ള ആളാണ്. ഞാൻ ജസ്റ്റ് ഒരു പരിചയം, ഞാൻ ലിഫ്റ്റ് അടിച്ച പുള്ളിയാണ്. ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് സാൽവഡോറിന്ന് കണ്ടുമുട്ടിയതാണ്. അങ്ങനെ നമ്പർ മേടിച്ച് എപ്പോഴും എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, എവിടെയാ എന്താന്ന് ചോദിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ലാസ്റ്റ് സെൻട്രൽ അമേരിക്ക ആയിട്ടുള്ള പനാമയിൽ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു പനാമ. സോ ഈസി ആയിരുന്നു, ഒന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത്. ഇവിടുന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചു. കാരണം ഇത്രയും ദിവസം ബൈ റോഡ് ഉണ്ടായിരുന്നല്ലോ, ഇനി അങ്ങോട്ട് ബൈ റോഡ് ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊളംബിയക്ക് പോകണമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കാണിച്ചു കൊടുത്തു. വേറെ സ്റ്റേ ചെയ്യുന്ന എവിടെയാണെന്നോ അല്ലെങ്കിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. എന്താ പ്രൊഫഷൻ എന്ന് ചോദിച്ചു. യൂട്യൂബർ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ നല്ല സംസാരിച്ച് കമ്പനി ആയിരുന്നു കേട്ടോ. ഇമിഗ്രേഷൻ ഓഫീസറാന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഈസി ആയിരുന്നു. സോ എനിക്ക് 5 ദിവസമേ ഉള്ളൂ. ഇവിടുന്ന് ഏകദേശം 700 കിലോമീറ്ററോളം ഉണ്ട് പനാമ സിറ്റിയിലേക്ക്. സോ സ്ലോ ആയിട്ട് പോകേണ്ടി വരും. എന്തായാലും ബസ് എടുക്കേണ്ടി വരും ഇടയ്ക്ക് വെച്ച്. കാരണം ഇത് ബുദ്ധിമുട്ടായിരിക്കും, ലൈക്ക് ലോങ് ആയതുകൊണ്ട്. നോക്കിയോട്ടെ. എന്തായാലും ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും മൂവ് ചെയ്യാൻ നോക്കട്ടെ. എന്തായാലും നൈറ്റ് ഒരുപാട് ട്രാവൽ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ നിന്നിട്ട് ഹിച്ച് ഹൈക്ക് വണ്ടി കിട്ടുമോ നോക്കണം. അല്ലാണ്ട് ഇവിടെ എവിടെയും സ്റ്റേ ചെയ്യാനൊന്നും പ്ലേസ് ഇല്ല. ബോർഡറിന് തന്നെയുള്ളത്. നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റമാണ്. അതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, അങ്ങോട്ട് ബ്രിഡ്ജും കയറ്റമൊക്കെയാണ്. പിന്നെ ഈ പനാമ എന്ന് പറയുന്ന കുറച്ചുകൂടെ വലിയ സിറ്റിയാണ് കേട്ടോ. ഈ രാജ്യം തന്നെ ഭയങ്കര വലിയൊരു ലൈക്ക് റോഡ്സ് തന്നെ കണ്ടില്ലേ. ഇപ്പോൾ ബോർഡർ സൈഡ് തന്നെ അത്യാവശ്യം നല്ല വലിയ റോഡും കാര്യങ്ങളൊക്കെ. ഇപ്പം സമയം 8 മണിയായിട്ട് ഞാനിവിടെ 7 മണിക്ക് നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെ ടാക്സി ഇല്ലാണ്ട് വേറെ ഒന്നും പോകുന്നില്ല. ഞാനിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. എങ്ങോട്ടേലും മൂവ് ചെയ്താലാണ് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ചോദിക്കാൻ പറ്റും. ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. അവരങ്ങോട്ട് പോയി. അവിടെ റോഡ് കാണുന്നുണ്ട്. റോഡിന് അങ്ങോട്ട് ചെറിയ റോഡ് ഉള്ളിലേക്ക് കയറിപ്പോയി. എനിക്ക് തോന്നുന്നു 11 o'clock ആകുമ്പോൾ ബോർഡർ ക്ലോസ് ചെയ്യുന്നു കേട്ടോ. ബോർഡർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഓ, അത് ടാക്സിയാണ്. ഈ ഏരിയയിൽ ഫുൾ ടാക്സിയാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു ടൗണ്, ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്, 100 കിലോമീറ്റർ ഉണ്ട് നെക്സ്റ്റ് ടൗണിലേക്ക്. ഡേവിഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ 1 hour ആയി ഇവിടെ നിൽക്കുന്നത്. ഇനി ഒരു 1 hour കൂടെ നോക്കി നോക്കാം. 1 hour കഴിഞ്ഞിട്ടും കണ്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവുമല്ലോ. ലെറ്റ്സ് സീ. ആ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിൻ്റെ വണ്ടിയിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുള്ളത് കേട്ടോ. ഗ്രാസിയാസ്. സീ, ആള് പാവാണ്. എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പാസ്പോർട്ട് ഉണ്ടോ അങ്ങനെ. കാരണം ബോർഡർ ആണല്ലോ. എവിടേക്കാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്. ആളൊരു 20 കിലോമീറ്റർ എന്താണ് പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് കുറേ വണ്ടികൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാൻ പറ്റുന്നു 2 സൈഡിലും. ഇതെല്ലാം എനിക്ക് തോന്നുന്നു രാത്രി ട്രാവൽ ചെയ്യില്ല, അവർ മോർണിംഗിലേ പോകുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഞാനുണ്ടല്ലോ, ആൾക്ക് മെഡിസിനൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്. ആള് എന്തോ വയ്യാണ്ടിരിക്കുകയാണ്. എനിക്ക് ട്രാൻസ്ലേറ്ററിലാണെങ്കിലും കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതിന് വായിക്കുന്നതുകൊണ്ട് ആൾക്ക് മനസ്സിലാവുന്നില്ല. സിം എടുത്തിട്ടില്ലല്ലോ, എൻട്രി ചെയ്തല്ലേ ഉള്ളൂ. എന്തോ തെറാപ്പി തെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ബോഡിയിൽ. അപ്പോൾ പയ്യാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എന്തോ വയ്യാന്ന് പറഞ്ഞിട്ടാണ് മെഡിസിനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത്. പിന്നെ ഇവിടുത്തെ കറൻസി നമ്മളെ US ഡോളർ തന്നെയാണ്. $1 താഴെയാണെങ്കിൽ ഇവിടുത്തെ കറൻസി പനാമ കറൻസി കൊളോണീസ് കോസ്റ്റാറിക്ക aquí se llama eso aquí. അതിന്റെ പേര് ഞാൻ മറന്നു. San Andrés. No, place no. Money. Ayyo. Chiriquí. Chiriquí. Dollar. US dollar. Money. Ah, dollar. Sí, dollar. Money. Ah, sí. Money. Dollar, $1. Pequeño. ¿Cuándo? No, pequeño. 50, 25. Dollar no. 25. നടക്കൂല. അതായത് $1 താഴെയാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കറൻസി യൂസ് ചെയ്യും.
അല്ലെങ്കിൽ ഫുള്ള് ഇവിടെ എല്ലാം ഡോളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ കറൻസിന്റെ പേര് ഞാൻ മറന്നുപോയി, ഗൂഗിൾ ചെയ്യാൻ എനിക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഞാൻ ആളുടെ അടുത്ത് ടെന്റ് അടിക്കാനുള്ള സ്ഥലം ചോദിച്ച സമയത്ത് ട്രാൻസ്ലേറ്ററിൽ പറഞ്ഞാണ് കേട്ടോ, വീട്ടിലൊറ്റയ്ക്കാണ് താമസിക്കുന്നത്, അവിടെ വേണമെങ്കിൽ താമസിക്കാന്ന് പറഞ്ഞിട്ടാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്ലേറ്റിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഫോണാണിത്. ആള് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം മെസ്സിയായിട്ട് കിടക്കുകയാണ്, ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല. പക്ഷെ പുള്ളിക്കാരന് വയ്യാതെ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒറ്റയ്ക്കാണ്, അമ്മയും സിസ്റ്ററും ബ്രദറൊക്കെ ഉണ്ട്. അവര് ചിറുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു സ്ഥലത്താണുള്ളത്. അത് മാപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് ആൾ ഇവിടെ വന്ന് താമസിക്കണം എന്നാ പറയുന്നത്. ഈ ട്രാൻസ്ലേറ്റിൽ കറക്റ്റ് പകുതി പുറത്ത് കറക്റ്റ് ആവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ആള് ഭയങ്കര പാവമാണ്. എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഫാദർ ഇറ്റലിക്കാരനാണ്. അപ്പൊ അവിടെ പോയിട്ട് മരിച്ചു പോകണം എന്നൊക്കെയാണ് ആള് പറയുന്നത്. ആ പിന്നെ വേറെ കാര്യം, ഇവിടെ ടൈം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സമയം 10 മണിയായി. കൊസ്റ്റാറിക്കയിലെല്ലാം 9 മണിയായിട്ടുണ്ടാവുള്ളൂ. 1 hour മുന്നിലേക്കായി. അപ്പൊ നാടായിട്ട് മുന്നിലേക്കാവുമ്പോ ഒന്നര മണിക്കൂർ. ആ കൺഫ്യൂഷൻ ആയല്ലോ. 1 മണിക്കൂർ, 10.5 മണിക്കൂർ ഇന്ത്യ ആയിട്ട് ഡിഫറൻസ്. അതായത് 11.5 മണിക്കൂറായിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. അരമണിക്കൂർ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ 10.5 മണിക്കൂറായി. ഇനി കൊളംബിയയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ചോദിച്ചു വൈഫ് എന്താ അടുത്തില്ലാത്ത എന്താന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരുപാട് ഡോളേഴ്സ്, ഇവിടെ ഡോളേഴ്സ് അല്ലേ, ഓൾമോസ്റ്റ് $500,000 എല്ലാം ആളുടെ അടുത്ത് നിന്ന് ഇതാക്കി. അതുകൊണ്ട് വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ആള് കോസ്റ്റാറിക്കയിലാണ് താമസിക്കുന്നത്, ഇവിടെ അല്ല. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരന് ഇപ്പോൾ വന്നാലും പുള്ളിക്കാരനെ നോക്കുകയൊന്നുമില്ല, അങ്ങനെയാണ് പറയുന്നത്. ലൈക്ക് ടേക്ക് കെയർ ചെയ്യൊന്നുമില്ല, പൈസ മാത്രമേ ഭാര്യയ്ക്ക് വേണ്ടൂ. ഭാര്യയ്ക്ക് 35 വയസ്സേ ഉള്ളൂ എന്ന്. ഇതെന്താ ആള് പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? ആള് ചെറിയ പ്രായത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഇപ്പം ലൈഫ് മതിയായി, എല്ലാം നിർത്തി. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ദൈവം എന്നെ തിരിച്ചു വിളിക്കാനാണ് പറയുന്നത്. അതായത് അവരുടെ വിശ്വാസത്തിൽ മരിച്ചു പോകാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഇനി എന്നെ കൊണ്ട് ജീവിക്കാൻ വയ്യ, എല്ലാം കൊണ്ടും മതിയായി. വൈഫിന് വേറെ റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ട്. കോസ്റ്റാറിക്കയിൽ ആളുടെ കൂടെയാണ് അവരവിടെ ജീവിക്കുന്നത്. ഇതിലില്ല. മുന്നേ ചാറ്റ് ചെയ്ത് ഞാൻ പറയുന്നതാണ്, കുറേ ചാറ്റ് ചെയ്ത് ലൈക്ക് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ അവർ ട്രാൻസ്ലേറ്റിൽ ഇങ്ങനെ പറയും. അത് ഞാനിങ്ങനെ ഇതാക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പുള്ളിക്കാരനിങ്ങനെ ആരുമില്ല, ആളെന്ന് എല്ലാവരെയും സഹായിക്കുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ സഹായിച്ച് എന്തോ എനിക്ക് മൊത്തത്തിലൊരു വിഷമം. ആൾക്ക് ഇത്രയും സിറ്റുവേഷൻ ആയിട്ടും ആളെനിക്ക് ലിഫ്റ്റ് വന്നിട്ട് തന്നെ വീട്ടിലേക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ തന്നെ കൊണ്ടുപോവാണ്. എന്നിട്ട് ആൾക്ക് ആളെന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്കെന്തോ ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ആളോട് പറഞ്ഞു ലൈഫിൽ ഒറ്റയ്ക്കാണ്, ആരും ഉണ്ടാവില്ല, അപ്പോൾ നമ്മളെ നോക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ആളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ പറയുന്നത് നോക്ക്, പുള്ളിക്കാരനെ ഞാൻ ദൈവമായിട്ടാണ് തോന്നുന്നതെന്ന്. മിണ്ടാനും ആരില്ല, ഒന്നിനും ആരുമില്ല. അപ്പം ഞാൻ അടുത്ത് വന്ന് ഞാൻ സമാധാനിപ്പിക്കുന്നു. ആളൊരു സമാധാനിപ്പിക്കൽ ആഗ്രഹിക്കുന്നുണ്ട്. ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. ഒരു ഡോഗ് ഉണ്ട്, ഡോഗ് മാത്രമേ ഉള്ളൂ. ആൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വിഷമം തോന്നുക. ആളുടെ മക്കളുടെ ഫോട്ടോ ആണ് കേട്ടോ അത്. എനിക്കതെല്ലാം കാണിച്ചു തരികയാണ്, നോക്കിയേ. ആളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതൊക്കെ ഞാനാണ് റെഡിയാക്കിയത്. വിരിപ്പൊക്കെ വിരിച്ച് ഇതാക്കി ആളിത് അവിടെ ഇരിക്കുകയാണ്. ഞാനവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആൾക്ക് അത് വെച്ചിട്ട് നടക്കാൻ പറ്റും. ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടും ഇതാക്കിയിട്ട് കയ്യിന് അങ്ങനെ ഇതില്ല. ഓക്കെ. കാറൊക്കെ ഓടിക്കുന്നുണ്ട് എന്നിട്ടും. തെറാപ്പി തെറാപ്പിക്ക് പോയിട്ട് വരുമായിരുന്നു. വെള്ളം മേടിച്ചിട്ടുണ്ട്, ഫുഡ് എന്തോ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, എന്തോ ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ട്. എനിക്കും കൂടെ ഉള്ളതാണ് ആള് മേടിച്ചിട്ടുള്ളത്. ഗ്രാസിയാസ്. പാവം തോന്നുന്നു എനിക്ക്. എൻ്റെ കയ്യിൽ പിടിച്ചതാണ് കേട്ടോ, ചേർത്ത് പിടിച്ചതാ.
എനിക്ക് വിഷമമാണ്, ഞാൻ കരയും ഇപ്പം, എനിക്ക് എന്തോ പോലാണ്. ഓ സീന് ആളുടെ മുന്നിൽ വരുന്ന ആളിന് എന്തോ പോലെ ആവുന്നതായിരിക്കും. സത്യമായിട്ട് എനിക്ക് എന്തോ പോലെ വന്നു. കാരണം എന്താ അറിയോ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുന്നതല്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും, ഞാൻ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത്. അപ്പം ആളുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എന്നിട്ട് ആരുമില്ല നോക്കാൻ. അവസ്ഥ. ആളെന്നെ ദൈവത്തെ പോലാണ് കാണുന്നത്. ആളുടെ വിശ്വാസത്തിൽ ദൈവത്തിന് വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവം വലിയ ആളാന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാനപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഭയങ്കര ചൂട്. സോ ഞാൻ കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. കുളിയൊക്കെ കഴിഞ്ഞതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണത്. തമാലിസ് പോലത്തെ ഒരു ഫുഡൊക്കെയാണ് ഉള്ളത്. അത് ഞാൻ കഴിക്കുകയാണ്. ആളും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം, ഞാനാണ് ആളെ സഹായിക്കുന്നത്. ഞാനില്ലായിരുന്നേ പുള്ളി എങ്ങനെ ഇരിക്കും ഇവിടെ ജീവിക്കുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ കാരണേ സെർദോ പോയോ? പോയോ? സി ചിക്കനാ അത്. ആളിതാ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഭയങ്കര ടയർഡാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റില്ല, പിന്നെ സിം എടുത്തിട്ടില്ല. അപ്പോൾ സിം എടുക്കാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും പറ്റില്ല. വേറെ സിമ്മൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയതുണ്ടായില്ല. സോ നാളെ ഒരു ദിവസം വീഡിയോ ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ ഉറങ്ങട്ടെ. എന്തറിയില്ല, ഇന്ന് ഭയങ്കര ടയർഡ്. ഇന്ന് ഒരുപാട് നടന്നിട്ടൊന്നുമില്ല, പക്ഷെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് കാലിൽ നീരൊക്കെ വന്നിട്ടുണ്ട്. ബസ്സിലൊക്കെ ഇരുന്നിട്ടാണെന്നുകൊണ്ട് എന്തറിയില്ല, മൊത്തത്തിൽ ഭയങ്കര ടയർഡായിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.